വോട്ടിന് പണം നൽകിയതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ പിടിച്ചെടുത്തത് 4,650 കോടി രൂപ. മാർച്ച് 1 മുതൽ പ്രതിദിനം 100 കോടി രൂപ വീതം പിടികൂടിയിട്ടുണ്ട്. ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പണം വേട്ടയാടിയിരിക്കുന്നത്. വിവരങ്ങളുമായി സിബി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. സിബി, ഇതുവരെ പിടികൂടിയത് 4,650 കോടിയാണ് എന്നത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമം എന്ന് തന്നെ പറഞ്ഞു വയ്ക്കാം. വിവരങ്ങൾ. തീർച്ചയായും മഞ്ജുന, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇത് മാർച്ച് 1 മുതൽ ഏപ്രിൽ 13 വരെ വെറും 1.5 മാസത്തിനുള്ളിൽ മാത്രം നടത്തിയ ഒരു പണം വേട്ട എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും. 4,650 കോടി രൂപയാണ് ഈ മാർച്ച് 1 മുതൽ ഏപ്രിൽ 13 വരെ 1.5 മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രസ്താവന വഴി അറിയിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വേട്ടയാണിതെന്നും കമ്മീഷൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ മാർച്ച് 1 മുതൽ മാത്രം നോക്കിയാൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ ഒരു ദിവസം 100 കോടി രൂപ പിടിച്ചെടുക്കുന്നതായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ പണം പിടികൂടുന്നത് BJP ഭരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് രാജസ്ഥാനാണ്. BJP ഭരിക്കുന്ന രാജസ്ഥാനിൽ മാത്രം 778 കോടി രൂപയാണ് കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ പിടികൂടിയത്. അതുകൂടാതെ 605 കോടി രൂപയാണ് ഗുജറാത്താണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അങ്ങനെ പിന്നീട് തമിഴ്നാട്ടിൽ 460 കോടി രൂപ, മഹാരാഷ്ട്ര 431 കോടി രൂപ, പഞ്ചാബ് 311, കർണാടക 281, കൂടാതെ ഉത്തർപ്രദേശ് 145, മധ്യപ്രദേശ് 112, തെലങ്കാന 121, ബീഹാർ 155 കോടി രൂപ. അങ്ങനെ ഇത്തരത്തിൽ സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിന് പണം നൽകിയതുമായി ബന്ധപ്പെട്ട പിടിച്ചെടുത്തിരിക്കുന്നത് 4,650 കോടി രൂപയാണ്.